തമിഴ്നാട്ടിലെ ചെന്നൈ നഗരത്തിലുള്ള പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള കാഴ്ചയാണിത്. മറ്റേതൊരു ദിവസത്തെയും പോലെ അന്നും അതിരാവിലെ യാത്രക്കാരുടെ വൻ തിരക്കായിരുന്നു അവിടെ അനുഭവപ്പെട്ടിരുന്നത്. എന്നാൽ 2026 ജൂൺ മാസം 5-ാം തീയതി ആ പുലരി വെറും മിനിറ്റുകൾക്കുള്ളിൽ ചെന്നൈ നഗരത്തെ ആകെ നടുക്കിയ ഒരു നിഗൂഢതയായി മാറാൻ പോവുകയായിരുന്നു. അന്ന് രാവിലെ ഏതാണ്ട് 7 മണിയോടെയാണ് ചില യാത്രക്കാരുടെ ശ്രദ്ധ പ്ലാറ്റ്ഫോം നമ്പർ 4-ലെ സ്റ്റേഴ്സിനരികിലിരുന്ന ആ വലിയ നീല ട്രോളി സ്യൂട്ട്കേസിലേക്ക് തിരിഞ്ഞത്. റെയിൽവേ സ്റ്റേഷനുകളിൽ ആരുമില്ലാത്ത ബാഗുകളും സാധനങ്ങളും കാണുന്നത് ഒരു പുതിയ കാര്യമല്ലാത്തതുകൊണ്ട് തുടക്കത്തിൽ ആരും അതിനെ അത്ര ഗൗരവമായി എടുത്തില്ല. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ആ ബാഗ് എടുക്കാൻ ആരും വരാതിരുന്നതോടെ ആളുകളിൽ നേരിയ സംശയം ഉടലെടുത്തു. പക്ഷേ യഥാർത്ഥ ഭീതി പരന്നത് അതുകൊണ്ടൊന്നുമായിരുന്നില്ല. ആ സ്യൂട്ട്കേസിൽ നിന്നും അസഹനീയമായ ദുർഗന്ധം പുറത്തുവരാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്നവർ പരിഭ്രാന്തരായത്. അതിന്റെ അരികിലൂടെ കടന്നുപോയവരൊക്കെ മൂക്ക് പൊത്തി നിന്നു. ഇപ്പൊ ചോദ്യം ആ ബാഗ് ആരുടേത് എന്നതു മാത്രമായിരുന്നില്ല, മറിച്ച് അതിനുള്ളിൽ എന്താണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്നതുകൂടിയാണ്. സാഹചര്യം വഷളാകുന്നത് കണ്ട ചില യാത്രക്കാർ ഉടൻ തന്നെ RPF-നെയും GRPയെയും വിവരം അറിയിച്ചു. അപ്പോഴും ഈ സ്യൂട്ട്കേസ് തുറക്കുമ്പോൾ തങ്ങളെ കാത്തിരിക്കുന്നത് ചെന്നൈ നഗരത്തെ ആകെ ഞെട്ടിക്കുന്ന ഒരു കറുത്ത സത്യമാണെന്ന് പോലീസുകാർ പോലും കരുതിയിരുന്നില്ല. വിവരമറിഞ്ഞ ഉടൻ തന്നെ പോലീസ് സംഘം പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കുതിച്ചെത്തി. ആർക്കും ബാഗിന്റെ അടുത്തേക്ക് പോകാൻ കഴിയാത്ത വിധം ആദ്യം തന്നെ ആ പ്രദേശം മുഴുവനും പോലീസ് ഒഴിപ്പിച്ചു. തുടർന്ന് ഉദ്യോഗസ്ഥർ അതീവ ജാഗ്രതയോടെ ആ സ്യൂട്ട്കേസിന്റെ സിബ് തുറന്നു. അടുത്ത നിമിഷം അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരും യാത്രക്കാരും അടക്കം എല്ലാവരും ഒരുപോലെ തരിച്ചുപോയി. ആ സ്യൂട്ട്കേസിനുള്ളിൽ മെഡിക്കൽ വേസ്റ്റ് ബാഗിലും പ്ലാസ്റ്റിക് ഷീറ്റിലും പൊതിഞ്ഞ നിലയിൽ ഒരു മനുഷ്യന്റെ ഉടൽ, അതായത് ടോർസോ ഉണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാളൊക്കെ ഭയപ്പെടുത്തുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ആ ശരീരത്തിന്റെ തലയോ 2 കൈകളോ 2 കാലുകളോ അവിടെ ഉണ്ടായിരുന്നില്ല. അതിനെയാണല്ലോ ടോർസോ എന്ന് പറയുന്നത്. വെറും ഒരു ഉടൽ മാത്രമാണ് ആ സ്യൂട്ട്കേസിൽ അവശേഷിച്ചിരുന്നത്. ആരോ ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം പല കഷ്ണങ്ങളാക്കി മുറിച്ച് അതിന്റെ ഉടൽ ഭാഗം മാത്രം ഇവിടെ കൊണ്ടുവന്ന് തള്ളിയതാണെന്ന് പോലീസിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഈ ദൃശ്യം കണ്ടതോടെ സ്റ്റേഷനിലാകെ ബഹളവും പരിഭ്രാന്തിയുമായി. പോലീസ് ഉടൻ തന്നെ ജനക്കൂട്ടത്തെ പിന്നോട്ട് മാറ്റി ആ പ്രദേശം പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി. ഇപ്പൊ പോലീസിന് മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഒന്ന് മാത്രമാണ്: ആരായിരുന്നു ഈ വ്യക്തി? ഇത്രയും ക്രൂരമായ കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വളരെ വിശദമായി അറിയാൻ പോകുന്നത്. എന്നാൽ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഈ കേസ് അന്വേഷിക്കുന്നതിൽ ചെന്നൈ പോലീസ് കാട്ടിയ വേഗതയും സമർത്ഥമായ നീക്കങ്ങളും ശരിക്കും അഭിനന്ദനാർഹം തന്നെയാണ്. മൃതദേഹം അത്രത്തോളം വികൃതമാക്കപ്പെട്ടിരുന്നത് കൊണ്ട് തന്നെ ഇരയാക്കപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുക എന്നത് പോലീസിന് ഒട്ടും എളുപ്പമായിരുന്നില്ല. കുറ്റവാളി വളരെ ആസൂത്രിതമായിട്ടാണ് അയാളുടെ അടയാളങ്ങളെല്ലാം മറയ്ക്കാൻ ശ്രമിച്ചത്. ഇതോടെ പോലീസ് സംഭവസ്ഥലത്തിന് ചുറ്റും അതീവ ജാഗ്രതയോടെ പരിശോധന ശക്തമാക്കി. എന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കൊലപാതകം നടന്നത് എന്ന് തെളിയിക്കുന്ന യാതൊരുവിധ തെളിവുകളും അവർക്ക് അവിടെ നിന്നും ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ കൊലപാതകം മറ്റെവിടെയോ ആണ് നടന്നതെന്നും പിന്നീട് മൃതദേഹം സ്യൂട്ട്കേസിലാക്കി ഇവിടെ കൊണ്ടുവന്ന് തള്ളിയതാണെന്നും പോലീസിന് ബോധ്യമായി. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഉന്നത ഫോറൻസിക് സംഘത്തെ സംഭവ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. സ്യൂട്ട്കേസ്, അതിന്റെ ഹാൻഡിൽ, സിബ്, മെഡിക്കൽ വേസ്റ്റ് ബാഗ്, പ്ലാസ്റ്റിക് ഷീറ്റ് എന്നിവയിൽ നിന്നെല്ലാം പ്രതിയിലേക്ക് നയിക്കാവുന്ന ചെറിയൊരു കണ്ണി പോലും വിട്ടുപോകാത്ത രീതിയിൽ അവർ തെളിവുകൾ ശേഖരിച്ചു. ഇതിനു പുറമെ രക്തക്കറകൾ, തലമുടി, മറ്റ് ബയോളജിക്കൽ സാമ്പിളുകൾ എന്നിവയും ഫോറൻസിക് സംഘം കസ്റ്റഡിയിലെടുത്തു. കാരണം ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന ചെറിയൊരു തെളിവ് പോലും കേസിന്റെ ദിശ മാറ്റാൻ പര്യാപ്തമാണെന്ന് പോലീസിന് നന്നായി അറിയാമായിരുന്നു. അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനായി പോലീസ് സ്നിഫർ ഡോഗ്സിന്റെ സഹായവും തേടി. പ്ലാറ്റ്ഫോം നമ്പർ 4 മുതൽ സ്റ്റേഷന്റെ എക്സിറ്റ് ഗേറ്റ് വരെയുള്ള വഴി കൃത്യമായി കണ്ടെത്താൻ ഈ നായ്ക്കൾക്ക് കഴിഞ്ഞു. പ്രതികൾ സ്യൂട്ട്കേസുമായി സ്റ്റേഷൻ അകത്തേക്ക് വരികയും അത് അവിടെ ഉപേക്ഷിച്ച ശേഷം പുറത്തേക്ക് കടന്നു കളയുകയും ചെയ്തു എന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു അത്. പക്ഷേ കൊല്ലപ്പെട്ടത് ആരാണെന്ന നിഗൂഢത അപ്പോഴും ബാക്കിയായിരുന്നു. ഇതിനിടയിൽ പോലീസ് സമീപത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും കാണാതായവരുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ചുവെങ്കിലും ഈ മൃതദേഹവുമായി ഒത്തുപോകുന്ന ഒന്നും തന്നെ കണ്ടെത്താനായില്ല. തുടർന്ന് ശരീരം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കീഴ്പാക്ക് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സിന്റെ കണ്ടെത്തൽ ഈ കേസിനെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിട്ടു.
കൊലപാതകം നടന്നിട്ട് ഏതാണ്ട് 48 മുതൽ 72 മണിക്കൂർ വരെ ആയിട്ടുണ്ടാകാമെന്നും ശരീരത്തിലെ മുറിവുകളുടെ ആഴം വെച്ച് നോക്കുമ്പോൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി മൂർച്ചയേറിയ ഏതെങ്കിലും അടുക്കള കത്തി ഉപയോഗിച്ചാണ് അവയവങ്ങൾ മുറിച്ചു മാറ്റിയതെന്നും ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. എന്നാൽ അതിനൊക്കെ അപ്പുറം പോസ്റ്റ്മോർട്ടം മേശയിൽ വെച്ച് ഡോക്ടർമാരുടെ ശ്രദ്ധ ആ മൃതദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്ന പാന്റിന്റെ ഒരു ചെറിയ ഭാഗത്തേക്ക് തിരിഞ്ഞു. ആ പാന്റിന്റെ ഉള്ളിലായി ഒരു ചെറിയ ബാർകോഡ് സ്റ്റിക്കർ ഒട്ടിപ്പുണ്ടായിരുന്നു. ഈ കേസിന്റെ ഗതി തന്നെ മാറ്റിയ ഏറ്റവും നിർണായകമായ തെളിവായി ആ ബാർകോഡ് മാറി. പോലീസ് ഉടൻ തന്നെ ആ ബാർകോഡ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. അത് ചെന്നൈ ടി നഗറിലുള്ള ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ നിന്നുള്ളതാണെന്ന് അവർ കണ്ടെത്തി. ഒട്ടും സമയം കളയാതെ പോലീസ് ആ കടയിലെത്തി. അവിടുത്തെ കമ്പ്യൂട്ടറിലെ പർച്ചേസ് റെക്കോർഡുകൾ പരിശോധിച്ചു. സിസ്റ്റത്തിൽ ആ ബാർകോഡ് സെർച്ച് ചെയ്തതോടെ ആ വസ്ത്രം വിറ്റതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും പോലീസിന് മുന്നിലെത്തി. ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്ന് വെച്ചാൽ ആ വസ്ത്രം വാങ്ങിയ വ്യക്തി ഒരു ഫോൺ നമ്പറും അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നമ്പറിന്റെ വിവരങ്ങൾ പുറത്തെടുത്തതോടെ ഈ അന്വേഷണത്തിൽ ആദ്യമായി ഒരു പേര് ഉയർന്നു വന്നു: അമീർ അലി. പക്ഷേ സൂട്ട് കേസിലുള്ള ആ ഉടൽ അമീർ അലിയുടേത് തന്നെയാണോ എന്ന് ഉറപ്പിച്ചു പറയാൻ പോലീസിന് കഴിയുമായിരുന്നില്ല. അതിനായി പോലീസ് അമീർ അലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. ചെന്നൈയിൽ താമസക്കാരനായ ഇയാളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആരും എവിടെയും കണ്ടിട്ടില്ല എന്ന വിവരം പോലീസ് അറിഞ്ഞു. തുടർന്ന് അന്വേഷണ സംഘം ഇയാളുടെ മൊബൈൽ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ ജൂൺ 2-ന് ശേഷം ആ ഫോൺ തുടർച്ചയായി സ്വിച്ച് ഓഫ് ആണെന്ന് മനസ്സിലായി. ഫോൺ ഓഫ് ആകുന്നതിന് തൊട്ടു മുൻപുള്ള ഇയാളുടെ അവസാന ലൊക്കേഷൻ സ്വന്തം വീടിന് പരിസരത്ത് തന്നെയായിരുന്നു. അതിനുശേഷം കോളുകളോ മെസ്സേജുകളോ ഇന്റർനെറ്റ് ഉപയോഗമോ ഒന്നും തന്നെ നടന്നിട്ടില്ല. ഇതോടെ സ്യൂട്ട് കേസിൽ കണ്ടെത്തിയ ഉടൽ അമീർ അലിയുടെ തന്നെയാണെന്ന നിഗമനത്തിൽ പോലീസ് ഏതാണ്ട് ഉറപ്പിച്ചു. എന്നാൽ വെറും സംശയത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് പോലീസ് റെയിൽവേ സ്റ്റേഷനിലെയും പരിസരങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ അരിച്ചു പറക്കാൻ തുടങ്ങി. സൂട്ട് കേസ് അവിടെ കൊണ്ടുവച്ച ആളുടെ ദൃശ്യം എവിടെയെങ്കിലും പതിയാതിരിക്കില്ല എന്ന് ഉദ്യോഗസ്ഥർക്ക് ഉറപ്പായിരുന്നു. സ്റ്റേഷന്റെ അകവും പുറവും, പാർക്കിംഗ് ഏരിയ, എൻട്രി ഗേറ്റ്, സമീപത്തെ കടകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള 100-ലധികം ക്യാമറകളിലെ റെക്കോർഡിങ്ങുകളാണ് പോലീസ് മണിക്കൂറുകളോളം ഇരുന്ന് പരിശോധിച്ചത്. ഒടുവിൽ ആ കഠിനാധ്വാനത്തിന് ഫലമുണ്ടായി. പോലീസ് ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ദൃശ്യം അവർക്ക് ലഭിച്ചു. ജൂൺ 5-ന് രാവിലെ ഒരു ഓട്ടോറിക്ഷ സ്റ്റേഷന് പുറത്തു വന്ന് നിൽക്കുന്നതും അതിൽ നിന്നും ഒരു നീല സ്യൂട്ട് കേസ് താഴേക്ക് ഇറക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. തുടർന്ന് ഒരു സ്ത്രീയും പുരുഷനും ചേർന്ന് ആ സ്യൂട്ട് കേസുമായി പ്ലാറ്റ്ഫോം നമ്പർ 4-ലേക്ക് നടന്നുപോയി. മിനിറ്റുകൾക്ക് ശേഷം ഇരുവരും തിരിച്ചെത്തിയപ്പോൾ അവരുടെ കൈകൾ തികച്ചും ശൂന്യമായിരുന്നു. അതായത് ആ സ്യൂട്ട് കേസ് സ്റ്റേഷനിൽ ഉപേക്ഷിച്ചത് ഈ ദൃശ്യത്തിലുള്ളവർ തന്നെയാണെന്ന് പോലീസിന് വ്യക്തമായി. ദൃശ്യങ്ങൾ പലതവണ സൂം ചെയ്ത് പരിശോധിച്ച പോലീസ് ആ ഓട്ടോറിക്ഷയുടെ രജിസ്ട്രേഷൻ നമ്പർ കണ്ടെത്തി. കൂടുതൽ അന്വേഷിച്ചപ്പോൾ അത് ഒരു ആപ്പ് ബേസ്ഡ് സർവീസ് വണ്ടിയാണെന്ന് മനസ്സിലായി. തുടർന്ന് റാപ്പിഡോ, ഓല, ഊബർ തുടങ്ങിയ കമ്പനികളുമായി ബന്ധപ്പെട്ട് അന്നേ ദിവസത്തെ ബുക്കിംഗ് ഹിസ്റ്ററി പോലീസ് ശേഖരിച്ചു. വൈകാതെ തന്നെ മറ്റൊരു വലിയ സൂചന കൂടി പോലീസിന് ലഭിച്ചു. ജൂൺ 5-ന് രാവിലെ രാമപുരത്ത് നിന്ന് പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു റൈഡ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നേരെ ചെന്നെത്തിയത് അന്ന് ആ യാത്ര പൂർത്തിയാക്കിയ ഓട്ടോ ഡ്രൈവറുടെ മുന്നിലേക്കായിരുന്നു. പോലീസ് ആ ഓട്ടോ ഡ്രൈവറെ ചോദ്യം ചെയ്തപ്പോൾ കേസിൽ വളരെ നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഉണ്ടായത്. താൻ ഒരു സ്ത്രീയെയും പുരുഷനെയും തേനംപേട്ടിൽ നിന്നാണ് പിക്ക് ചെയ്തതെന്നും അവരുടെ കൈവശം ഭാരമേറിയ ഒരു നീല സ്യൂട്ട് കേസ് ഉണ്ടായിരുന്നുവെന്നും ഡ്രൈവർ വെളിപ്പെടുത്തി. യാത്രയിലുടനീളം ഇരുവരും വളരെ നിശബ്ദരായിരുന്നുവെന്നും പരസ്പരം അധികം സംസാരിച്ചിരുന്നില്ല എന്നും അദ്ദേഹം ഓർത്തെടുത്തു. ഇതോടെ അന്വേഷണത്തിന്റെ ദിശ പൂർണ്ണമായും തേനംപേട്ടിലേക്ക് തിരിഞ്ഞു. ഇതേസമയം തന്നെ സ്യൂട്ട് കേസിനുള്ളിൽ മൃതദേഹം പൊതിഞ്ഞിരുന്ന ആ മെഡിക്കൽ വേസ്റ്റ് ബാഗ് പോലീസ് വീണ്ടും പരിശോധിച്ചു. അതിൽ തേനാംപേട്ടിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയുടെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. ഒട്ടും സമയം കളയാതെ അന്വേഷണ സംഘം ആ ആശുപത്രിയിലെത്തി അവിടുത്തെ ജീവനക്കാരുടെ വിവരങ്ങൾ പരിശോധിച്ചു. അപ്പോഴാണ് പോലീസിന്റെ മുന്നിലേക്ക് മറ്റൊരു പേര് വരുന്നത്: അഷ്റഫ് അലി. ആ ആശുപത്രിയിലെ ജീവനക്കാരനായ അഷ്റഫ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യാതൊരു വിവരവും നൽകാതെ ജോലിക്ക് വരാതിരിക്കുകയായിരുന്നു. ഈ അസാധാരണമായ അപ്രത്യക്ഷമാകൽ പോലീസിന്റെ സംശയം വീണ്ടും കൂട്ടി. പോലീസ് ഉടൻ തന്നെ അഷ്റഫിന്റെ ഫോൺ നമ്പറും അതിന്റെ കോൾ റെക്കോർഡുകളും ലൊക്കേഷൻ ഹിസ്റ്ററിയും പുറത്തെടുത്തു. അതിൽ നിന്നും അഷ്റഫ് നിരന്തരമായി റഹീമ ഖാത്തൂൻ എന്ന ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടിരുന്നതായി കണ്ടെത്തി. അതിശയിപ്പിക്കുന്ന കാര്യം റഹീമയും ഇതേ ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്നു എന്നതാണ്. രോഗികളെ പരിചരിക്കുന്ന ജോലിയായിരുന്നു അവൾക്ക്. അടുത്ത ദിവസങ്ങളിൽ ഇവർ തമ്മിലുള്ള ഫോൺ കോളുകളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. ഇതോടെ ഈ ക്രൂരകൃത്യത്തിൽ ഇവർ രണ്ടുപേർക്കും നേരിട്ട് പങ്കുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു.
പക്ഷേ എങ്ങനെ, എന്തിന്? ഈ ചോദ്യങ്ങൾ ബാക്കിയായിരുന്നു. മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് തേനാമ്പേട്ടിലുള്ള റഹീമയുടെ വീട് കണ്ടെത്തി. ജൂൺ 7 പോലീസ് സംഘം ആ വീട്ടിൽ അപ്രതീക്ഷിതമായി റെയ്ഡ് നടത്തി. അവിടെ കണ്ട കാഴ്ച പോലീസിന്റെ സംശയങ്ങളെല്ലാം ശരിവയ്ക്കുന്നതായിരുന്നു. റഹീമ വീട്ടിലുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, കാണാതായ അഷ്റഫ് അലി അവിടെ ഒളിവിൽ കഴിയുകയായിരുന്നു. പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തിച്ചു. തുടക്കത്തിൽ റഹീമ താൻ നിരപരാധിയാണെന്ന് നടിച്ചു. തന്റെ ഭർത്താവായ അമീർ അലിയെ കുറച്ച് ദിവസങ്ങളായി കാണാനില്ല എന്നും താൻ അയാളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുമാണ് അവൾ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പോലീസിന്റെ കയ്യിൽ ഇവർക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നു. പാന്റിലെ ആ ബാർകോഡ് സ്റ്റിക്കറിനെ കുറിച്ചും മെഡിക്കൽ വേസ്റ്റ് ബാഗിന്റെ കണക്ഷനെ കുറിച്ചും ചോദിച്ച് CCTV ദൃശ്യങ്ങൾ കൂടി മുന്നിലേക്ക് വച്ചതോടെ റഹീമയുടെ തന്ത്രങ്ങളെല്ലാം പൊളിഞ്ഞു. അവൾക്ക് മൗനം വെടിയേണ്ടി വന്നു. ചോദ്യം ചെയ്യലിൽ അഷ്റഫിനും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഇരുവരും തങ്ങളുടെ കുറ്റം സമ്മതിച്ചു. അവർ പോലീസിനോട് വെളിപ്പെടുത്തിയ ആ കൊലപാതക കഥ ശരിക്കും നടക്കുന്നതായിരുന്നു. റഹീമയുടെ ഭർത്താവായ അമീർ അലി സ്ഥിരമായി മദ്യപിച്ച് വീട്ടിലെത്തി വഴക്കുണ്ടാക്കുകയും റഹീമയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു. കൂടാതെ അയാൾക്ക് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. ഈ ദാമ്പത്യ പ്രശ്നങ്ങൾക്കിടയിലാണ് റഹീമ അഷ്റഫ് അലിയുമായി അടുപ്പത്തിലാകുന്നത്. ഒരേ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഇരുവരും പ്രണയത്തിലാവുകയും ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ അവരുടെ സ്വപ്നങ്ങൾക്ക് മുന്നിലെ ഒരേയൊരു തടസ്സം ഭർത്താവ് അമീർ അലി ആയിരുന്നു. അങ്ങനെയാണ് അമീറിനെ വഴിയിൽ നിന്ന് മാറ്റാൻ അവർ തീരുമാനിക്കുന്നത്. റഹീമയുടെ മൊഴി പ്രകാരം 2026 ജൂൺ 2 രാത്രി അവൾ അമീർ അലിക്ക് കുടിക്കാൻ നൽകിയ പാലിൽ ഉറക്ക ഗുളികകൾ കലർത്തി. പാല് കുടിച്ച് നിമിഷങ്ങൾക്കകം അമീർ അബോധാവസ്ഥയിലായി. അയാൾ പൂർണ്ണമായും അബോധാവസ്ഥയിലായി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇരുവരും ചേർന്ന് തങ്ങളുടെ ക്രൂരമായ പ്ലാൻ നടപ്പിലാക്കി. മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ച് അമീറിന്റെ കഴുത്തറുത്ത് അവർ മരണം ഉറപ്പാക്കി. കൊലപാതകത്തിന് ശേഷം മൃതദേഹം തിരിച്ചറിഞ്ഞാൽ പോലീസ് തങ്ങളിലേക്ക് വേഗത്തിലെത്തുമെന്ന് അവർ ഭയന്നു. അതുകൊണ്ട് മൃതദേഹം കഷ്ണങ്ങളാക്കാൻ അവർ തീരുമാനിച്ചു. തലയും കൈകാലുകളും മുറിച്ചുമാറ്റി വെറും ഉടൽ മാത്രം ആ നീല സൂട്ട്കേസിലാക്കി ജൂൺ 5 രാവിലെ ഓട്ടോറിക്ഷയിൽ പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് 4 നമ്പർ പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിച്ചു. എന്നാൽ കഥ അവിടെയും തീർന്നില്ല. അമീറിന്റെ തല അവർ പ്ലാസ്റ്റിക് ബാഗിലാക്കി ചെങ്കൽപ്പേട്ടിലുള്ള ഒരു വേസ്റ്റ് തടാകത്തിലേക്ക് തള്ളി. മുറിച്ചുമാറ്റിയ കൈകളും കാലുകളും പോലീസിന് ഒരിക്കലും കിട്ടാതിരിക്കാൻ ഒരു കനാലിലും ഒഴുക്കിവിട്ടു. എന്നാൽ കുറ്റവാളികളുടെ പ്ലാനിംഗ് അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. പ്രതികളുടെ സമ്മതമൊഴിയുടെ അടിസ്ഥാനത്തിൽ ജൂൺ 8 പോലീസ് വലിയ തോതിലുള്ള തിരച്ചിൽ ആരംഭിച്ചു. സ്കൂബ ഡൈവേഴ്സിന്റെയും റെസ്ക്യൂ ടീമിന്റെയും സഹായത്തോടെ ആ തടാകത്തിൽ നടത്തിയ മണിക്കൂറുകളോളം നീണ്ട തിരച്ചിലിനൊടുവിൽ പ്ലാസ്റ്റിക് ബാഗിൽ പൊതിഞ്ഞ നിലയിൽ അമീറിന്റെ തല പോലീസ് കണ്ടെടുത്തു. അതുപോലെ തന്നെ കനാലിൽ നടത്തിയ തിരച്ചിലിൽ കൈകാലുകളും കണ്ടെത്തി. ഇതോടെ പ്രതികളുടെ കുറ്റസമ്മത മൊഴിയും കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും ശരീരഭാഗങ്ങളും അടക്കം എല്ലാ തെളിവുകളും പോലീസിന് ലഭിച്ചു. കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കടുത്ത വകുപ്പുകൾ ചുമത്തി പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കോടതി വരെ പോലീസ് കസ്റ്റഡിയിലും പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിയിലും വിട്ടു. നിയമ നടപടികൾക്ക് സമയമെടുക്കുമെങ്കിലും പോലീസ് വിചാരിച്ചാൽ പാതാളത്തിൽ ഒളിച്ചിരിക്കുന്ന കുറ്റവാളികളെ പോലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് ചെന്നൈ പോലീസ് ഈ കേസിലൂടെ തെളിയിച്ചു. അവരുടെ ആ തകർപ്പൻ അന്വേഷണ മികവിനെ നമുക്ക് അഭിനന്ദിച്ചേ പറ്റൂ. ഇന്നത്തെ കാലത്ത് ഇത്തരം ദാരുണമായ സംഭവങ്ങൾ നമുക്ക് ചുറ്റും കൂടി വരികയാണ്. ഈ ക്രൂരമായ കൊലപാതകവും തുടർന്നുള്ള അന്വേഷണവും നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചില പാഠങ്ങളുണ്ട്. തിന്മയ്ക്ക് ഒരിക്കലും മറവില്ല. കുറ്റവാളികൾ എത്രയൊക്കെ ബുദ്ധിപൂർവ്വം ആസൂത്രണം ചെയ്താലും ഒരു ചെറിയ തെളിവ് പോലും അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കും. അതീവ രഹസ്യമായ മൃതദേഹം പല കഷ്ണങ്ങളാക്കി മാറ്റിയെങ്കിലും പ്രതികൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ചെറിയ ബാർകോഡ് സ്റ്റിക്കറാണ് പോലീസിനെ അവരുടെ മുന്നിൽ എത്തിച്ചത്. അവിഹിത ബന്ധങ്ങളും അനിയന്ത്രിതമായ ദേഷ്യവും മനുഷ്യനെ സ്വന്തം പങ്കാളിയുടെ ജീവൻ എടുക്കാൻ പോലും മടിക്കാത്ത ക്രൂര മൃഗമാക്കി മാറ്റും. എന്നാൽ തെറ്റായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള അത്തരം തീരുമാനങ്ങളുടെ ഒടുവിലത്തെ ലക്ഷ്യം സ്വന്തം ജീവിതത്തിന്റെ തകർച്ചയും ജയിൽവാസവും മാത്രമായിരിക്കും. ഒരു തെറ്റ് മറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന 10 തെറ്റുകൾ ഒടുവിൽ വലിയ ശിക്ഷയിലേക്കാണ് നയിക്കുക. ഒരു ജീവൻ എടുത്ത ശേഷം അതിൽ നിന്ന് രക്ഷപ്പെടാൻ മൃതദേഹം വികൃതമാക്കിയത് പ്രതികളുടെ കുറ്റത്തിന്റെ ആഴം കൂട്ടുക മാത്രമാണ് ചെയ്തത്. അതിനാൽ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യണമെന്ന് ചിന്തിക്കുന്നവർ ദയവായി ഇതിൽ നിന്നും പിന്മാറുക. ഇല്ലെങ്കിൽ നിങ്ങൾക്കും ജയിൽവാസമായിരിക്കും ഫലം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ജനങ്ങളിൽ കൂടുതൽ അവബോധം ഉണ്ടാക്കാനായി ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.